സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നു. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവ് വെള്ളത്തിൽ വീണ് മരിച്ചു. ആലപ്പുഴ പുറക്കാട് മരം വീണ് വീട് തകർന്നു. കോഴിക്കോട് പന്തീരാങ്കാവിൽ അങ്കനവാടിക്ക് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വർക്കല പാപനാശം കുന്നിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. വിവിധയിടങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് മാനസ, തിരുവനന്തപുരം ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഷമി, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം 7 ജില്ലകളിൽ നിന്നും ഓറഞ്ച് അലർട്ട് 9 ജില്ലകളിലായി തുടരുന്നു, അല്ലെങ്കിൽ ഉയർത്തി എന്നുള്ള മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. 10 മണിയോട് കൂടി വന്ന അലർട്ടിലാണ് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒപ്പം തന്നെ 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും കൂടി കൊടുത്തിരിക്കുകയാണ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ 10 മണി വരെ യെല്ലോ മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഓറഞ്ച് അലർട്ടായി ഉയർത്തിയ ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്ന് തന്നെ മുന്നറിയിപ്പിലൂടെയാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇല്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ രാത്രി മുതൽ തന്നെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി തൃശ്ശൂർ, അതോടൊപ്പം തന്നെ എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 7 ജില്ലകളിലെ ഓറഞ്ച് അലർട്ട് 9 ജില്ലയായി ഉയർത്തുന്ന ഒരു സാഹചര്യം. തിരുവനന്തപുരം ജില്ലയിലും സമാന അവസ്ഥ തന്നെയാണ്. ഏത് നിമിഷവും മഴ പെയ്യാതിരിക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. കുടയെടുക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഇന്ന് കോട്ടയത്തും ഒരു മരണം പുതിയ കാലാവസ്ഥാ അറിയിപ്പ് വന്നിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ കൂടിയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ മാനസ. 9 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് കോട്ടയം നേരത്തെ ഉണ്ടായിരുന്ന 7 ജില്ലകളെ കൂടാതെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ കൂടിയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തീർച്ചയായും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം അറിയിച്ചിട്ടുള്ളത്. കോട്ടയം, ആലപ്പുഴ ജില്ലകൾ കൂടി ഓറഞ്ച് അലർട്ടിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ യെല്ലോ മുന്നറിയിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. എറണാകുളം മുതൽ വയനാട് വരെയായിരുന്നു നേരത്തെ വരെ ഓറഞ്ച് അലർട്ട് നിലനിന്നിരുന്നതെങ്കിൽ കോട്ടയവും ആലപ്പുഴയും ഇപ്പോൾ അതിശക്തമായ മഴ മുന്നറിയിപ്പിലേക്ക് പോയിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ സാധാരണ രീതിയിലുള്ള മഴ ലഭിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും. അതോടൊപ്പം തന്നെ ഈ തലസ്ഥാനത്ത് നോക്കുകയാണെങ്കിലും മേഘാവൃതമായ കാലാവസ്ഥയാണ്. ഏത് നിമിഷവും മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നിലവിൽ തിരുവനന്തപുരം ജില്ല യെല്ലോ മുന്നറിയിപ്പിലാണ് ഉള്ളതെങ്കിൽ കൂടിയും ഇടവിട്ട് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തും ലഭിക്കുന്നത്. കുടയെടുക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ